നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പഴയതുപോലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഴയതുപോലെ ഒരു സ്ട്രെങ്തോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ല, ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഇനിയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇനി ഒരു റീയൂണിയൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു സമയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവുക. അല്ലെങ്കിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സാധ്യത കാണുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും പല കാര്യങ്ങളിലും നിങ്ങളോട് പല രീതിയിൽ കൺവേർട്ട് ചെയ്യത്തക്ക രീതിയിൽ പല കാര്യങ്ങളും പറയുന്നതും ഒക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങളാണ് റൈറ്റുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഏത് ഏത് വിധേനയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കാണും, പക്ഷെ ഏത് പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാർഡിൻ്റെ എനർജി പോലെ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് സഫറിങ് ഇൻ സൈലൻസ് എന്നുള്ള ഒരു കാർഡായിരുന്നു. അതുപോലെ തന്നെ ബേസ് ചക്ര കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് തന്നെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. മറ്റൊരു വ്യക്തിയോട് പോലും തുറന്നു പറയാനാവാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ അങ്ങനെ തന്നെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഒരുപാട് വിഷമമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. തുടക്കത്തിലൊക്കെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഒരുപാട് ഹാപ്പിയാക്കി വെക്കുന്ന പോലെയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ആളിൽ നിന്നും പെട്ടെന്നൊരു ഒരു മാറ്റം വന്നപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതായത് ഒരു രീതിയിലും കോളായിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ ഒന്നും തന്നെ മറുപടി ഇല്ല. എന്താണ് ശരിക്കുള്ള റീസൺ എന്താണ്, ഇപ്പോൾ ഒരു ഒരു മൗനം പാലിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും മനസ്സിലാവാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ പോലെ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയോട് പോലും പറയാനാവാത്ത രീതിയിൽ നിങ്ങൾ കുറേയധികം വിഷമങ്ങൾ കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക്, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. സോ അത്തരം ഒരു ഒരു സഫറിങ് എനർജി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപാട് എന്താണ് ഭയങ്കര വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ അതിയായിട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്ത ഒരു ഒരു ഡിസിഷൻ തെറ്റായി പോയോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആലോചിക്കുന്നത് ഈ ഒരു കറന്റ് സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ പോലെ വെക്കുന്നുണ്ട്. മാറാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപാട് സ്പിരിച്വൽ വേയിലൂടെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും ഒരുപാട് വെയിറ്റ് ചെയ്ത് ഒരു തളർന്നു പോയിട്ടുള്ളൊരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഒരുപാട് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു മൂന്നാമതൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അത് മാറുമായിരിക്കും, എന്നിരുന്നാലും അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ടയർഡപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് പഴയതുപോലെ ഒരു സ്ട്രെങ്ത് വരും എന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സാക്രിഫൈസ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. വീണ്ടും വീണ്ടും ഒരു എന്താണ് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമമാണ് കൂടുതലും ഈ റീഡിങ്ങിൽ കാണുന്നത്. നിങ്ങളുടെ ഒരു ഒരു സഫറിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ കടിച്ചമർത്തുന്നുണ്ട് നിങ്ങളുടെ വേദനകളൊക്കെ തന്നെ. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഇനി ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പോലും ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസിഷൻ മനസ്സിലെടുത്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മൂവ് ഓൺ ആവാൻ കുറച്ച് പേരെങ്കിലും മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കാണ്ട് തന്നെ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നത് ഇതുവരെ. അപ്പോൾ അങ്ങനെ ഇനി വെയിറ്റ് ചെയ്താൽ അത് ഓക്കെ ആവുമോ, വീണ്ടും പഴയതുപോലെ ആകുമോ, എന്താണ് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്.
മെന്റലി, ഫിസിക്കലി ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഒരുപാട് ഭാരം നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ കുറേ പേരെങ്കിലും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ബെറ്റർ ആയിരിക്കും. ഒരുപാട് മനസ്സിന് ഭാരം കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കാണ്ടിരിക്കുക. സോ നിങ്ങൾ കുറേ പേര് ഒരുപാടധികം വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളോട് ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് തന്ന് അത്യാവശ്യം നിങ്ങൾ ഒരു ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴൊക്കെയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നുകൊണ്ടൊക്കെ ആവണം ഈ ഒരു വ്യക്തിയുടെ മനസ്സ് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ഇനിയും അവഗണന മുന്നോട്ട് അതായത് നിങ്ങളെ അവഗണിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം തന്നെ ലൈഫ് ഫുൾ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഈ ജോയ്സിൻ സെലിബ്രേഷൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കരമായിട്ടൊരു ബ്ലാക്ക് മാജിക് പോലെയൊക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരുപാട് നിങ്ങൾ ശ്രമിച്ചാൽ കൂടിയും ചിലപ്പോൾ അത്രയധികമായിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി ഒരു വ്യക്തി എത്താനായിട്ട് ഇൻ കേസ് ഇനി എത്തിയാൽ തന്നെയും ഒരുപാട് താമസം എടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോൾ ഒരു റീസൺ പോലും ഇല്ലാണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള ചേഞ്ച് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതിരിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി പോലും ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നതിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിൻ്റെ പേരിലാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഭയങ്കര ജെന്യുവനായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെയറും അല്ലെങ്കിൽ ഇഷ്ടമൊക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് നൽകിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്തിനാണ് ഇത്രയും അധികം സ്നേഹിച്ചിട്ടും നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് പോലും നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. സോ അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചൂസ് വൈസ്ലി എന്നൊരു കാർഡായിരുന്നു ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ഏത് രീതിയിലൂടെയാണ് കൂടുതൽ പേരും ഒരു ഡിസിഷൻ എടുക്കണമെന്ന് വെക്കുന്നത് കൂടുതലും ഈ ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകാനുള്ള ഡിസിഷനായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനിയും അവഗണനയാണ് കിട്ടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഒക്കെ തന്നെ ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. കാരണം അത്രയധികമായിട്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി പോയി എന്നുള്ള നേരെ അല്ലാണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് തന്നെ രാപ്പകലില്ലാണ്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്ന ഒരു അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കരുതുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സാധ്യമാകുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുക.